ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ 14 മേട രവി സംക്രമമാണ്. അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 ഏപ്രിൽ 14 മേട രവി സംക്രമം. അതായത് നമ്മൾ വിഷു ദിനം എന്ന് പറയാം. ഏപ്രിൽ 14 വിഷു. അപ്പോൾ പ്രത്യേകിച്ച് വിഷു ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയും പകലുമൊക്കെ തുല്യ ദൈർഘ്യം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. രാത്രിയും പകലും സമമായിരിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവേ നമുക്ക് ഒരു വിഷുക്കണിയുടെ ദിവസമാണ് ഏപ്രിൽ 14. അപ്പോൾ മേടം രാശിയിൽ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ അത് ചൊവ്വയുടെ രാശിയാണ്. അതായത് പോർക്കളത്തിലേക്ക് ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള സൂര്യൻ എഴുതുന്നുള്ള സമയമാണ്. അപ്പോൾ പോർക്കളത്തിലേക്ക് രാജാവ് എഴുന്നള്ളുമ്പോൾ രാജാവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നവർ, പ്രത്യേകിച്ച് അവർക്ക് ഉന്നത പദവികളിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. തൊഴിലിലൊക്കെ ആക്റ്റീവാകും. ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം, നമ്മൾ ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയരുക, ഉയർന്ന അധികാരങ്ങൾ, ഉയർന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാൻ ഉള്ള ഒരു സാഹചര്യമൊക്കെ ലഭിക്കുക, ഇതൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് നമുക്ക് സൂര്യൻ്റെ കടാക്ഷം കൊണ്ട് ഉണ്ടാകുന്നത്. അതേസമയം സൂര്യൻ്റെ കടാക്ഷം കിട്ടാത്തവർക്ക് തൊഴിലെടുത്ത് പ്രയാസങ്ങൾ വരാം. മാത്രമല്ല സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചസ്ഥിതിയിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അഗ്രസീവ് എനർജി, ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ചിലപ്പോൾ ഉണ്ടാകാം. മറ്റുള്ളവരെ അടക്കി വാഴണമെന്നുള്ള ഒരു സ്വഭാവം ഈ സമയത്തുണ്ടാകാം. പൊതുവെ ഒരു കാര്യത്തിലും ഒരു ക്ഷമയില്ലായ്മ ഈ കൂറുകാർക്ക്, പൊതുവെ എല്ലാ കൂറുകാരെയും സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഉച്ചരാശിയിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇംപേഷ്യൻസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒരു നെഗറ്റീവ് ഇഫക്റ്റായിട്ട് നമുക്കെടുക്കാം. അപ്പോൾ സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് രീതിയിലായിരിക്കും സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് നോക്കാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഏത് രീതിയിലെന്ന് നോക്കാം. ആദ്യം ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയെന്ന് നോക്കാം. ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ഏപ്രിൽ 14 അവരുടെ 5ാം ഭാവരാശിയിൽ രാശി മാറുന്നത്. 5ാം ഭാവരാശി സൂര്യൻ്റെ ഉച്ചരാശിയാണ്. ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്ന സമയമാണ്. അപ്പോൾ മെയ് 14 വരെ ആ സൂര്യൻ 5ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. അപ്പം എല്ലാ തലത്തിലും നല്ല ചിന്തകൾ, നല്ല പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമെന്ന് പറയാം. പൊതുവെ ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. കാരണം പുതിയ എന്തെങ്കിലും സംഭവവാസങ്ങൾ, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുഖാന്തരം സന്തോഷ അനുഭവങ്ങൾ ഇവർക്ക് ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൂർവ്വ പുണ്യ സുഹൃതം അനുഭവപ്പെടാവുന്ന സമയമാണ്. സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഇവർക്ക് വന്നുപെടും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർ, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർ, പഠിതാക്കൾ, ഇവർക്കൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ ഈ 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ബുദ്ധിശക്തി, അവരുടെ ഓർമ്മശക്തി ഒക്കെ തന്നെ കൂടുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ തൊഴിൽ അന്വേഷണം ശക്തമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശമൊക്കെ വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷണത്തിന്
അവരുടെയൊക്കെ ഉപദേശം വളരെ പ്രേരകമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറും. ക്രിയേറ്റീവ് തലത്തിലൊക്കെ വളരെ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ തിളങ്ങാവുന്ന സമയമാണ്. അതിലെന്തെങ്കിലും ഭാഗ്യാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവാധിപൻ 5-ൽ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും, ക്രിയേറ്റീവ് തലത്തിൽ ഗുണാനുഭവം ഉണ്ടാകും, കലാകാരന്മാർക്ക് ഗുണാനുഭവം ഉണ്ടാകും, സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പം പൊതുവെ ഒരു സർക്കാർ പരീക്ഷകളിലൊക്കെ ഉയർന്ന പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് വളരെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ഏപ്രിൽ 14, മെയ് 14. അതേസമയം ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് പ്രണയ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം. ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക്, ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സൂര്യൻ അവരുടെ 11-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യൻ 5-ൽ നിന്ന് 11-ാം ഭാവരാശിയിൽ നീചദൃഷ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പം നീചദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ സാമൂഹ്യ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇവകളിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. സുഹൃത്തുക്കളോടായാലും മറ്റ് സോഷ്യൽ റിലേഷൻസിലുമൊക്കെ നമുക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. നമ്മൾ അവരോട് എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് തുറന്നു പറയുന്നത് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ പൊതുസഭകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേതൃതലത്തിലേക്കൊക്കെ വരാനൊക്കെ ഒരു മടി ചിലപ്പോൾ ഈ സമയത്ത് അവർക്ക് ഉണ്ടാകാം. പൊതുവേ നമുക്ക് ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു പേരുദൂഷ്യം അവർക്കുണ്ടാകാം. എന്ന് വെച്ചാൽ നമ്മൾ എന്തോ വലിയ ആളാണ് എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർ പറയുന്ന ഒരവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. അപ്പോൾ പൊതുജനങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടുമുള്ള റിലേഷൻഷിപ്പിൽ അല്പശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സൂര്യൻ 11-ൽ നീചദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ഈ നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുന്നത്, ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും എങ്കിലും അതിൽ ഒരു അത് സാധ്യമാകുന്നതിനുള്ള ഒരു ശ്രമം ഒന്നും നമുക്ക് ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ നമുക്ക് പൊതുവെ 11-ലൊക്കെ ഈ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് ചില ഗുണാനുഭവങ്ങളൊക്കെ തരും. ഇപ്പോൾ നമ്മൾ എഴുത്തുകാർ, പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾ, ഫിലിം ആക്ടേഴ്സ്, ടീച്ചേഴ്സ്, ഗവേഷകർ, വിദ്യാർത്ഥികൾ, തൊഴിലന്വേഷകർ, ഇവർക്കൊക്കെ തന്നെ സൂര്യൻ, ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ അതിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരിക വഴി പൊതുവെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും, ആത്മീയ ചിന്തയൊക്കെ കൂടും. പ്രത്യേകിച്ച് 5-ലാണ് ആ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുന്നത്. അപ്പം ഈ സമയത്തൊക്കെ ഈശ്വര ചിന്തയിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ആ ഡിവൈൻ ബ്ലെസ്സിങ്സ് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഇപ്പം പ്രത്യേകിച്ച് പരീക്ഷകളിലും മറ്റതിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വര ചിന്തയോടെ മുറുകെ പിടിച്ചു പോകാമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവം അവരുടെ അറ്റംപ്റ്റിലൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ സൂര്യൻ്റെ രാശിമാറ്റം, ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരിക, 5-ൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചില ആഗ്രഹങ്ങൾ നിർവഹിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നു. ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ അഷ്ടമഭാവാധിപനാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14-ന് അവരുടെ 4-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 4-ാം ഭാവം പ്രത്യേകിച്ച് സൂര്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉച്ചരാശിയാണ്. മെയ് 14 വരെ അഷ്ടമഭാവാധിപൻ 4-ൽ ഉച്ചസ്ഥിതിയിൽ വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപൻ എന്ന് പറയുമ്പോൾ നമുക്ക് അഷ്ടമഭാവാധിപൻ 4-ൽ വരിക എന്ന് പറയുമ്പോൾ അതും ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പം ചില സന്തോഷം കുറയുന്ന ചില അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ കുടുംബത്തിലുണ്ടാകാം. സാമ്പത്തികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്.
പെട്ടെന്ന് വികാരഭരിതനാകുന്ന ഒരു സാഹചര്യം, ചിലപ്പോൾ ആരോടും യോജിക്കാത്ത ഒരു മനോഭാവമൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാം. വീട്, വാഹനം, അതുപോലെ യാത്രകൾ, ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ഇവർക്ക് ഈ സമയത്ത് വന്നുവിടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപൻ 4 ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അതുപോലെ ഈ സ്ഥാവര വസ്തുക്കളുടെ, ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനൊന്നും അത്രത്തോളം അനുകൂല സമയമായിട്ട് കാണുന്നില്ല. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ മാതാവുമായിട്ടുള്ള ബന്ധത്തിലും ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അല്പം ടെൻഷൻ ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4 ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമാണ്. ഒരു മനസ്സമാധാനമൊക്കെ കുറയുന്നതിന് സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം ഈ അഷ്ടമഭാവാധിപൻ 4 വരുമ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഒരു സംതൃപ്തി കുറവുണ്ടാകാം. പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ ആണെങ്കിൽ മേലധികാരികളുടെയൊക്കെ പ്രീതി കുറയുന്നതിന് സാധ്യതയുള്ള സമയമാണ്. അതേസമയം നമുക്ക് തൊഴിലിടത്തൊക്കെ വർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. വ്യക്തിതലത്തിലും പ്രൊഫഷണൽ തലത്തിലൊക്കെ അല്പം സ്ട്രെസ്സ് ഫീൽ ചെയ്യാവുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക. അതേസമയം അഷ്ടമഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ഈ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി, ഇൻഹെറിറ്റൻസ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അത് നമ്മുടെ ജീവിത പങ്കാളിയോ അവരുടെ ജീവിത പങ്കാളിയുടെ ഫാമിലി വഴിയോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യനേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇൻഷുറൻസിൽ എന്തെങ്കിലുമൊക്കെ ക്ലെയിം സെറ്റിൽ ചെയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതുവഴി നമുക്കത് ക്ലെയിം സെറ്റിൽ ചെയ്ത് അതുവഴി എന്തെങ്കിലും അപ്രതീക്ഷിത ബെനിഫിറ്റിന് സാധ്യതയുണ്ട്. അതുപോലെ ജോയിൻ്റ് ആയിട്ടുള്ള അസറ്റുകളുടെ പുനർവിന്യാസം വഴി നമുക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ലോട്ടറി വഴി ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, ധനാഗമനത്തിന് സാധ്യത കാണുന്നുണ്ട്. അതേപോലെ അഷ്ടമഭാവാധിപൻ ഉച്ചസ്ഥിതിയിൽ 4 വരിക എന്ന് പറയുമ്പോൾ ഈ ഗവേഷണം നടത്തുന്നവർക്ക്, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇൻഷുറൻസ് വർക്കേഴ്സിന്, ഇവർക്കൊക്കെ ആ സൂര്യൻ്റെ 4 ഉച്ചസ്ഥിതി അവർക്ക് വളരെ സുഖാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഈ ഗവേഷണത്തിലൊക്കെ വളരെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ജീവിത പങ്കാളിക്കൊക്കെ കർമ്മനേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. ജീവിത പങ്കാളിയുടെ ഒക്കെ ഉയരുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഫാമിലി ലൈഫ്, പ്രൊഫഷണൽ ലൈഫൊക്കെ ബാലൻസ് ചെയ്യാനാകാതെ വരുന്ന ഒരു സമയമെന്ന് പറയാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇമോഷണലായിട്ടുള്ള സ്ട്രെസ്സ് ഈ കൂറുകാരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് കൊടുത്തു പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരൊക്കെ അല്പം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടുന്ന സമയമാണ്. നമ്മൾ ഈ കുടുംബ ചിന്തകളൊക്കെ മാറ്റിവെച്ച് കുടുംബ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മളെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള എഫർട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈശ്വരചിന്ത കൂട്ടുന്നത് വളരെ ഗുണാനുഭവം ഈ കൂറുകാർക്ക് ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ അതിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് എങ്ങനെയായിരിക്കും അവരെ സ്വാധീനിക്കുന്നു നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ 7ാം ഭാവാധിപനാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14-ന് 3ാം ഭാവരാശിയിലേക്ക്, സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുകയാണ്. മെയ് 14 വരെ ആ സൂര്യൻ 3ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും. അപ്പം പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് സൂര്യൻ്റെ ഉച്ചരാശി സ്ഥിതി വലിയ നേട്ടം ഉണ്ടാക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ബിസിനസ് വിപുലീകരിക്കുന്നതിനും അനുകൂല സമയമാണ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം
ജീവിത പങ്കാളിയുടെയൊക്കെ മോട്ടിവേഷൻ വളരെ ഗുണം ചെയ്യും. ആത്മവിശ്വാസമൊക്കെ കൂടുന്നതിന് അത് സഹായകമാകും. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ഉപദേശമൊക്കെ ഈ സമയത്ത് തൊഴിലിലായാലും ബിസിനസ്സിലും ഗുണം ചെയ്യുന്ന സമയമാണ്. അവരെ നമുക്ക് ഗുരു സമാനമായിട്ട് ഈ സമയത്ത് കാണാം. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് 3-ലാണ് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുന്നത്. ബോൾഡായിട്ടുള്ള ഡിസിഷൻ ഈ സമയത്ത് അവർക്ക് എടുക്കാൻ കഴിയും. ജീവിത പങ്കാളിയുടെ അഡ്വൈസ് അങ്ങനെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകമാകും. പ്രത്യേകിച്ച് എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക്, പ്രസാധകർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്, അവർക്കൊക്കെ ഈ 3-ാം ഭാവരാശിയിൽ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അനുകൂല സമയമാണ്. കരാറുകൾക്ക് അപ്ലൈ ചെയ്തവർക്ക് തീർച്ചയായിട്ടും ആ കരാർ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. കരാറിൽ ഒപ്പിടുന്നതിന് സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക തൊഴിലിലൊക്കെ ഊർജ്ജസ്വലത കൂടുന്ന സമയമാണ്. തൊഴിലിടത്ത് കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ സഹായമൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകാവുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് പബ്ലിഷിംഗ് മേഖലയിൽ, അഡ്വർടൈസിംഗ് മേഖലയിൽ, മാർക്കറ്റിംഗ് മേഖലയിൽ, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, ടീച്ചേഴ്സ്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തൊഴിലിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപൻ 3-ൽ ഉച്ചസ്ഥിതിയിൽ വരുന്ന സമയമാണ്. അപ്പോൾ ജീവിത പങ്കാളിയുടെ പിതാവിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മതപരമായ കാര്യങ്ങൾ, അതുപോലെ ധർമ്മപ്രവർത്തനങ്ങൾക്ക് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ ഈ സമയം ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരാം. കലാകാരന്മാർക്ക്, പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ മേഖലകളിലൊക്കെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, തൈറോയിഡ് പ്രോബ്ലം, അതുപോലെ നെക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പെയിനൊക്കെ ഉള്ളവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയൊക്കെ, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഭാഗ്യസ്ഥാനത്തേക്ക്, നീചരാശിയിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. 3-ാം ഭാവരാശിയിൽ നിന്ന് സൂര്യൻ 9-ൽ നീചദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ പൊതുവെ നമ്മൾ ഈ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ കഴിവതും നമ്മൾ ഒഴിവാക്കണം. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യത്തക്ക രീതിയിൽ സംസാരിക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. സൂര്യൻ 9-ാം ഭാവരാശിയിൽ ദൃഷ്ടിയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുരുക്കന്മാർ, പിതാവ്, അധ്യാപകർ, മെൻറ്റേഴ്സ്, ഇവരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ കെയർ വേണം. അവരോടൊക്കെ ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അവരുമായിട്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ഈ കഴിവതും ഈ സമയത്ത് നമ്മൾ ഈശ്വരീയമായ കാര്യങ്ങളിൽ, ആ 9-ാം ഭാവരാശിയിൽ സൂര്യൻ്റെ നീചദൃഷ്ടി വരുന്നത് കൊണ്ട് നമ്മൾ ആ 9-ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഡിവൈൻ തലത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ ഈ സ്ക്രിപ്ചറൽ ടെസ്റ്റൊക്കെ വായിച്ച് മനസ്സിലാക്കി, അതുപോലെ നമുക്ക് കൂടുതൽ ആത്മീയ ചിന്തയിലോട്ട് മനസ്സ് ഫോക്കസ് ചെയ്തു പോകുന്നവർക്ക് ഈ സൂര്യൻ്റെ 9-ാം ഭാവരാശിയിലെ നീചദൃഷ്ടി കൊണ്ടുണ്ടാകുന്ന ദോഷം പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് ഏത് രീതിയിലായിരിക്കും അവരെ സ്വാധീനിക്കുന്നത് നോക്കാം. പ്രത്യേകിച്ച് മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാരാണ്. മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ 6-ാം ഭാവാധിപനാണ്. 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14-ന് അവരുടെ 2-ാം ഭാവരാശിയിലാണ് ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നത്. മെയ് 14 വരെ ആ സൂര്യൻ 2-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും. ഇപ്പോൾ 6-ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ സേവനത്തിൻ്റെ, നമ്മുടെ മത്സരത്തിൻ്റെ, തൊഴിലിൻ്റെ ഒക്കെ സ്ഥാനമാണ് ഈ 6-ാം ഭാവം. ഈ 6-ാം ഭാവാധിപൻ
ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ സേവനം വഴി അല്ലെങ്കിൽ മത്സരങ്ങൾ വഴി അല്ലെങ്കിൽ തൊഴിൽ വഴിയൊക്കെ ധനാഗമം കൂടുന്നതിന് സാധ്യതയുള്ള സമയമാണ്. സേവനം വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം നമുക്ക് ഏണിംഗ് കപ്പാസിറ്റിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഈ സമയത്തുണ്ടാകും. കടബാധ്യതകളൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന സമയമാണ്. കടം കൊടുക്കുന്നവർ നമ്മൾ കടം കൊടുത്തിട്ടുണ്ട്, അത് തിരികെ കിട്ടാതെയൊക്കെ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പണം ചിലപ്പോൾ നമുക്ക് തിരികെ കിട്ടുന്നതിനും അതുവഴി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതേസമയം അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ചിലപ്പോൾ ഈ സമയത്ത് വന്നുപെടാനും സാധ്യതയുണ്ട്. 2-ലാണ് ആ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുന്നത്. കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് പേഴ്സണൽ ലെവൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കെയർ കൊടുക്കണം. കുടുംബത്തിൽ പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനാണ് ആ കുടുംബസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പൊതുവേ നമുക്ക് കുടുംബത്തിലൊക്കെ ഒരു ക്ഷമയൊക്കെ കുറയുന്ന സമയം എന്ന് പറയാം. പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് 7-ര ശനി സമയവും കൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തിൽ ചിലവ് കൂടുന്നതിന് നമുക്ക് സാധ്യതയുണ്ട്. ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ ആഹാരമൊക്കെ നമുക്ക് കൃത്യസമയത്ത് കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ചിലപ്പോൾ നേരിട്ടു എന്നൊക്കെ വരാം. അപ്പോൾ ആഹാരത്തിൽ എന്തായാലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ചിലരെ സംബന്ധിച്ചിടത്തോളം നയന സംബന്ധമായോ ദന്ത സംബന്ധമായോ അല്ലെങ്കിൽ ENT സംബന്ധമായോ ക്ലേശങ്ങൾ ചിലപ്പോൾ ഉള്ളവർ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ ചില ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലോണുകളൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നതിന് സാധ്യതയുള്ള സമയമാണ്. 6-ാം ഭാവാധിപൻ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ അനുകൂല സമയമാണ്. മാതൃബന്ധുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ധനം കടം കൊടുക്കുവാൻ അനുകൂലമായിട്ട് ഉള്ള ഒരു സമയമല്ല എന്ന് മനസ്സിലാക്കുക. അത് കടം കൊടുത്ത പണം തിരികെ കൈവശത്താക്കാനുള്ള സമയമെന്ന് പറയാം. പക്ഷേ പണം കടം കൊടുക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നില്ല. ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ മറ്റുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ കഴിവതും ബന്ധപ്പെടാതിരിക്കുക. അവർക്ക് ലോണിനായിട്ട് ജാമ്യം നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അതിനൊന്നും അനുകൂല സമയമല്ല. 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 9-ൽ ഉച്ചസ്ഥിതനാകുമ്പോൾ മാതൃബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ശത്രുക്കൾ വഴിയോ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ വഴിയോ ഒക്കെ നമുക്ക് ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട്. അതായത് ഏതെങ്കിലും കേസുകളോ മറ്റോ കാര്യങ്ങളോ ഉള്ളവർക്ക് ആ കേസിൽ വിജയം വരികയും അതുവഴി നമുക്ക് സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സേവന മേഖലയിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും, തൊഴിൽ വഴി നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വ്യവഹാരങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. അതിനൊക്കെ അനുകൂലമായ സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മുമ്പ് കടം കൊടുത്ത പണമൊക്കെ നമുക്ക് തിരികെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെ അനുകൂല സമയമാണ്. അതേസമയം കുടുംബാംഗങ്ങളുടെയൊക്കെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ 2-ലാണ് ഉച്ചസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്തുണ്ടാകാം. അപ്പം അതേസമയം ഈ സൂര്യൻ അഷ്ടമരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അഷ്ടമരാശിയിൽ സൂര്യൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നീച ദൃഷ്ടിയാണ്. എങ്കിലും സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ 8-ലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം. ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് 8-ൽ ആ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതേസമയം ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടായെന്നും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.